എഐയുടെ കടന്നുവരവോട് കൂടി എഞ്ചിനീയേഴ്സിൻ്റെ ജോലി നഷ്ടപ്പെടുമെന്നുള്ള ആശങ്കയുള്ള ആളുകളാണ് നിങ്ങൾ. പണിയുള്ള ആളുകളും ഇത് കാരണം പണി കിട്ടുമെന്ന് വിചാരിക്കുന്ന ആളുകളും ഈ വീഡിയോ പൂർണ്ണമായിട്ടും കാണുക. ലെറ്റ്സ് വെൽക്കം ടു എൻട്രി. അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് AI എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ സർവ്വസാധാരണമായിരിക്കുന്ന ഒരു കാര്യമായിട്ട് മാറിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ എഐയുടെ കടന്നുവരവ് എല്ലാ മേഖലകളിലേക്കും വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് എഞ്ചിനീയേഴ്സിന് ഉണ്ടാകുന്ന സംശയങ്ങളാണ് AI കാരണം ജോലി നഷ്ടപ്പെടുമോ എന്നുള്ളത്. നമുക്ക് ഈ ഒരു സെനാരിയോ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഞാൻ ആദ്യം നോക്കാൻ പോകുന്നത് ഈ AI റവല്യൂഷന് മുന്നേ സംഭവിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റവല്യൂഷനാണ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ്റെ ഒരു ടൈം ലൈൻ നമ്മൾ നോക്കുകയാണെങ്കിൽ 18ാം നൂറ്റാണ്ടിലാണെങ്കിൽ 1750-നും 1800-നും ഇടകളിലായാണ് ഈ ഒരു ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ നടന്ന സമയത്ത് തന്നെ ഒരുപാട് ആളുകൾക്ക് തൊഴിൽ നഷ്ടമായിട്ടുണ്ട് എന്നുള്ളത് ആ കാലഘട്ടത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ നെയ്ത്തുകാരുടെ ജോലി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ സ്വയം നെയ്തെടുക്കുന്ന രീതിയായിരുന്നു അത്രയും കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. എന്നാൽ മെഷീനറിയുടെ കടന്നുവരവോട് കൂടി നെയ്ത്തുകാരുടെ ജോലി നഷ്ടപ്പെടുന്നതായിട്ട് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ കാരണം ഒരുപാട് ആളുകളുടെ തൊഴിൽ നഷ്ടമായിട്ടുള്ളതായിട്ടാണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്. എന്നിരുന്നാലും പുതിയ ഒട്ടനേകം അവസരങ്ങൾ അവിടെ വന്നിട്ടുണ്ടാവും. ഏറ്റവും പുതിയ ടെക്നോളജി അനുസരിച്ച് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജിയോട് അഡാപ്റ്റ് ആയിട്ട് അന്ന് വന്നിട്ടുള്ള നെയ്ത്തുകാരിൽ തന്നെ ഒരു വിഭാഗം ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, അപ്ഡേറ്റഡ് ആയിട്ടുണ്ടാവും. അവരുടെ തൊഴിൽ നഷ്ടമായിട്ടുണ്ടാവില്ല എന്ന് മാത്രമല്ല, അവർക്ക് നേരത്തെ കിട്ടിയതിനേക്കാൾ എത്രയോ മടങ്ങ് സാലറി ആ സമയത്ത് ലഭിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇതൊരു സിമ്പിൾ എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾ അവിടെ കൺസിഡർ ചെയ്യുക. അതിനുശേഷം വീണ്ടും ഒരു ഡിജിറ്റൽ റവല്യൂഷനാണ് ലോകം സാക്ഷ്യം വഹിച്ചത്. അത് നമ്മൾ നോക്കുകയാണെങ്കിൽ 20ാം നൂറ്റാണ്ട് ഏതാണ്ട് ഒരു 1950-കളിൽ തൊട്ടാണ് ഈ ഒരു ഡിജിറ്റൽ റവല്യൂഷൻ നമുക്ക് പ്രകടമായിട്ട് കാണാൻ സാധിച്ചിട്ടുള്ളത്. അതിൽ IT ബൂം, കമ്പ്യൂട്ടറിൻ്റെ കടന്നുവരവ്. പ്രത്യേകം നിങ്ങൾ ആലോചിക്കുക, കമ്പ്യൂട്ടർ മനുഷ്യൻ്റെ ജോലി പൂർണ്ണമായിട്ടും എടുത്തു കളയും എന്ന് ചിന്തിച്ചുകൊണ്ട് കമ്പ്യൂട്ടറിനെതിരെ സമരം പോലും നടന്നിട്ടുള്ള ഒരു നാടാണ് നമ്മുടേത്. അപ്പോൾ തീർച്ചയായിട്ടും കമ്പ്യൂട്ടർ കാരണം തൊഴിലവസരങ്ങൾ നഷ്ടമായിട്ടുണ്ടോ എന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ നഷ്ടമായിട്ടുണ്ട്. കമ്പ്യൂട്ടർ കാരണം ഒരുപാട് ആളുകളുടെ തൊഴിൽ നഷ്ടമായിട്ടുണ്ട്. പക്ഷേ അതിനേക്കാൾ ലക്ഷക്കണക്കിന് അധികം ജോലികളാണ് ആ കാലഘട്ടത്തിൽ എന്ത് ചെയ്തിട്ടുള്ളത്, സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. ഏറ്റവും കൂടുതൽ ആളുകൾ വർക്ക് ചെയ്യുന്ന ഒരു മേഖലയായിട്ടുള്ള MEP മേഖലയിൽ AIയുടെ കടന്നുവരവ് എങ്ങനെ ബാധിക്കുന്നത് ജസ്റ്റ് ഒന്നൊരു കേസ് സ്റ്റഡി ആയിട്ട് നമുക്ക് നോക്കി നോക്കാം. ആദ്യം ഈ MEPയിൽ എങ്ങനെയായിരിക്കും AI എഫക്ട് ചെയ്യാൻ പോകുന്നത്, ഏതെല്ലാം മേഖലകളിലാണ് ഇത് എഫക്ട് ചെയ്യാന്നാണ് നോക്കുന്നത്. അതിൽ ആദ്യത്തേത് ഡിസൈൻ ഒപ്റ്റിമൈസേഷൻ ആണ്. അതായത് നമ്മൾ സാധാരണഗതിയിൽ ഒരു MEP എഞ്ചിനീയർ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും അവിടെ എന്ത് വരാൻ സാധ്യതയുണ്ട്, എറേഴ്സുകൾ വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ എനർജി എഫിഷ്യൻസി ഏറ്റവും കുറയാനുള്ള സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും അതൊക്കെ ഒപ്റ്റിമൈസ് ചെയ്യാൻ ശ്രമിക്കുമെങ്കിലും നമുക്കത് എന്ത് ചെയ്യാൻ പറ്റില്ല, പൂർണ്ണമായിട്ടും ആ ഒരു അർത്ഥത്തിൽ ചെയ്തു തീർക്കാൻ സാധിക്കില്ല. അവിടെയാണ് നിങ്ങൾക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടെ ഏറ്റവും മികച്ച അൽഗോരിതങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള, ഏറ്റവും എനർജി എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ഡിസൈൻ ആസ്പെക്ട് നിങ്ങൾക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഇതാണ് ഡിസൈൻ ഒപ്റ്റിമൈസേഷനിൽ സംഭവിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇതേപോലെ രണ്ടാമതൊരു കാര്യമുണ്ട്. ഇത് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ് പ്രെഡിക്റ്റീവ് മെയിൻ്റനൻസ് എന്ന് പറയുന്നത്. അതായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം MEP എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ MEP കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം അവിടെ ഒരു കൃത്യമായിട്ടുള്ള മോണിറ്ററിംഗ് എന്ന് പറയുന്നത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. കാരണം അത്രയും വലിയൊരു MEP സിസ്റ്റം മോണിറ്റർ ചെയ്യാനുള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചർ അല്ലെങ്കിൽ മാൻ പവർ എന്ന് പറയുന്നത് അവിടെ ഉണ്ടാവില്ല. തീർച്ചയായിട്ടും MEP എഞ്ചിനീയേഴ്സ് ഒക്കെ ഓരോ ബിൽഡിങ്ങിൽ ഉണ്ടെങ്കിൽ പോലും അത് വ്യാപകമായിട്ടുള്ള രീതിയിൽ മോണിറ്റർ ചെയ്യുക എന്നുള്ളത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. ഇവിടെയാണ് AIയുടെ പ്രസക്തി വരുന്നത്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടെ റോബോട്ടിക്സും അതേപോലെ തന്നെ ഡ്രോണുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇത് കൃത്യമായിട്ട് ഇതിൻ്റെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാനും ഇതിനെ മോണിറ്റർ ചെയ്യാനും ഇത് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനും സാധിക്കും എന്നുള്ളത് MEP എഞ്ചിനീയേഴ്സിന് ലഭിക്കുന്ന മറ്റൊരു അഡ്വാൻറ്റേജ് ആണ് AI കാരണം. അപ്പോൾ നമ്മളിപ്പോൾ ഇതിനെ കണ്ടുകൊണ്ടിരിക്കുന്നത് AI കാരണം MEP എഞ്ചിനീയേഴ്സിന് വന്നുകൊണ്ടിരിക്കുന്ന അഡ്വാൻറ്റേജുകളെ കുറിച്ചാണ് അല്ലേ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി ഏതെല്ലാം മേഖലയിലാണ് MEPയിൽ ഈ AIയുടെ കടന്നുവരവ് നമ്മൾ കൂടുതൽ സഹായിക്കാൻ പോകുന്നത് നമുക്ക് നോക്കാം. AIയുടെ കടന്നുവരവ് മറ്റൊരർത്ഥത്തിൽ തീർച്ചയായിട്ടും സഹായിക്കാൻ പോകുന്ന മറ്റൊരു മേഖലയാണ് ഹോം ഓട്ടോമേഷൻ അല്ലെങ്കിൽ ബിൽഡിംഗ് ഓട്ടോമേഷൻ എന്ന് പറയുന്നത്. അതായത് എല്ലാ കാര്യങ്ങളിലും ഒരു AI ടച്ച് നമുക്ക് അവിടെ കാണാൻ സാധിക്കും എന്നുള്ളതാണ്. ഇപ്പോഴത്തെ ഈ ഒരു ഓട്ടോമേഷൻ എന്ന് പറയുന്നത് ഒരു നെസസിറ്റി ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഇത് AIയുടെ കടന്നുവരവോട് കൂടി ഏറ്റവും മികച്ച രീതിയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ MEPയുടെ ഓരോ സ്റ്റേജസിലും AIയുടെ കടന്നുവരവ് എല്ലാ അർത്ഥത്തിലും നമ്മളെ സഹായിക്കുകയാണ് ചെയ്യുന്നത്. അതേസമയം തന്നെ AIയുടെ കടന്നുവരവ് ചില മേഖലകളിലെങ്കിലും തൊഴിൽ നഷ്ടമാക്കുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു കോൺട്രഡിക്ഷൻ എന്താ അവിടെ സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, AI കടന്നു വരുന്ന സമയത്ത് ഒരുപാട് ആളുകളുടെ തൊഴിൽ നഷ്ടമാകുന്നു എന്ന് പറയുന്നതിനേക്കാൾ അപ്ഡേറ്റഡ് ആവാത്ത ആളുകളുടെ തൊഴിൽ നഷ്ടമാകുന്നു എന്നുള്ളതാണ് ഞാൻ ഇവിടെ തിരുത്താൻ ഉദ്ദേശിക്കുന്ന പോയിന്റ്. അതായത്
ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കടന്നുവരവ് അത് കൃത്യമായിട്ട് തിരിച്ചറിയാതെ അതിനെ അപ്ഡേറ്റഡ് ആയിട്ട് നിലനിൽക്കാതെ പോകുന്ന എഞ്ചിനീയേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ തൊഴിൽ നഷ്ടമാവാൻ തന്നെയാണ് സാധ്യത. ഈ ഒരു ഭൂമിയുടെ മൊത്തത്തിലുള്ള നിലനിൽപ്പ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതെല്ലാം നിലനിന്ന് പോകുന്നത് ഒരേ ഒരു ഫിലോസഫിയുടെ അടിസ്ഥാനത്തിലാണ്, സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്നുള്ളത്. അപ്പോൾ ഇത് തന്നെയാണ് എനിക്ക് നിങ്ങളെടുത്ത് പറയാനുള്ളത്. AI കാരണം നമ്മുടെ ജോലി നഷ്ടമാവുകയല്ല ചെയ്യുന്നത്, മറിച്ച് AIയിൽ നമ്മൾ അപ്ഡേറ്റഡ് ആവാതിരിക്കുന്നിടത്തോളം കാര്യം നമ്മൾ ഈ സൊസൈറ്റിയിൽ അല്ലെങ്കിൽ നമ്മൾ ഈ സർവൈവൽ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ആളായിട്ട് മാറും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. നിങ്ങൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ ഭയപ്പെട്ടുകൊണ്ടല്ല നിങ്ങൾ ഓരോ ജോലിയും ചെയ്യേണ്ടത്. നിങ്ങൾ വരുന്നുകൊണ്ടിരിക്കുന്ന ഓരോ അപ്ഡേറ്റുകളും കൃത്യമായിട്ട് നിങ്ങളുടെ സ്കിൽ സെറ്റിലേക്ക് ആഡ് ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ ജോലി ഒരിക്കലും നഷ്ടമാവില്ല എന്ന് മാത്രമല്ല, ഏറ്റവും മികച്ച അവസരങ്ങളും നേരത്തെ കിട്ടിയതിനേക്കാൾ ഉയർന്ന സാലറിയിലുള്ള ജോലിയായിരിക്കും നിങ്ങളെ കാത്തിരിക്കുന്നത്. അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഈ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. നിങ്ങളുടെ തൊഴിൽ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഓരോ കാലഘട്ടത്തിൽ വരുന്ന ഓരോ അപ്ഡേറ്റുകൾ നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി അത് നിങ്ങളുടെ സ്കിൽ സെറ്റിലേക്ക് നിങ്ങൾ ആഡ് ചെയ്യണം. ഇനി ഇതെല്ലാം വ്യാപകമാവുകയാണെങ്കിൽ എത്ര സമയം എടുക്കും എന്നുള്ള കാര്യമാണ് അടുത്തൊരു ചോദ്യം. തീർച്ചയായിട്ടും ഒരു അടുത്ത 10-15 വർഷത്തേക്കൊന്നും ഇതൊന്നും പൂർണ്ണ തോതിൽ എന്ത് ചെയ്യില്ല, ഫുൾ ഫ്ലെഡ്ജിൽ വർക്കിംഗ് ആവില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. 1950കളിൽ തുടങ്ങിയ ഡിജിറ്റൽ റവല്യൂഷൻ അതിൻ്റെ ഒരു പൂർണ്ണ തോതിൽ എത്തിയിട്ടുള്ളത് 2000-ങ്ങൾക്ക് ശേഷമാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് MEP ഉൾപ്പെടെയുള്ള എഞ്ചിനീയറിംഗ് മേഖലകളിൽ സജീവ സാന്നിധ്യമാവാൻ ഇനിയും ഒരു 10-15 വർഷമെങ്കിലും തീർച്ചയായിട്ടും എടുക്കും. മാറ്റങ്ങൾ അനിവാര്യമാണ്. ആ മാറുന്ന കാലഘട്ടത്തോടൊപ്പം സഞ്ചരിക്കാൻ നമ്മളും തയ്യാറാവണം. ഏറ്റവും അപ്ഡേറ്റഡ് ആയിരിക്കുക. ഒരിക്കലും ആശങ്കപ്പെട്ടല്ല ജീവിക്കേണ്ടത് എന്നുള്ളത് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ ഒരു സെഷൻ വൈൻഡപ്പ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ എഞ്ചിനീയേഴ്സിനും വരാനിരിക്കുന്ന ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലഘട്ടത്തിലാണല്ലേ. ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ആ പേരിൽ തന്നെ ഉണ്ട്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ്. ഏതൊരു കാര്യമാണെങ്കിലും അത് റീപ്ലേസ് ചെയ്യാൻ കഴിയാത്ത ഒന്നുണ്ട്, ഹ്യൂമൻ ഇൻ്റലിജൻസ് ഉണ്ട്, ഹ്യൂമൻ ഡിസൈൻ ആസ്പെക്റ്റ് ഉണ്ട്. അതേപോലെ തന്നെ ക്രിട്ടിക്കൽ ഡിസിഷൻ മേക്കിംഗ് ഉള്ള മനുഷ്യൻ്റെ കഴിവിനെയൊന്നും ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനും മാറ്റിയെടുക്കാൻ കഴിയില്ല എന്നുള്ള ഒരു ഫൈനൽ കൺക്ലൂഷനോടുകൂടി ഞാനൊരു വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സുഹൃത്തുക്കളുടെ അടുത്തേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു.